ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിലെയും മുണ്ടക്കൈ LP സ്കൂളിലെയും വിദ്യാർത്ഥികൾ ഇന്ന് പുനഃപ്രവേശനോത്സവം. വെള്ളാർമല GVHSSലെ വിദ്യാർത്ഥികൾ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂൾ മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലുമാണ് ഇന്നു മുതൽ പ്രവർത്തിക്കുക. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി കുട്ടികളെ സ്വീകരിക്കും. VS രഞ്ജിത്തും ഒപ്പം ദീപക് മലയമ്മയും ചേരുന്നുണ്ട്. ആദ്യം VS രഞ്ജിത്തിലേക്ക്. ഗുഡ് മോർണിംഗ് VS രഞ്ജിത്ത്. ഇന്ന് ഒരു സമ്മിശ്ര വികാരമായിരിക്കും അല്ലേ സ്കൂളിലേക്ക് എത്തുമ്പോൾ? എന്തായാലും എങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്? ശ്രുതി, ഞാനും ദീപക് മലയമ്മയുണ്ട് ഇവിടെ വെള്ളാറമ ഈ മേപ്പാടിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞങ്ങളുള്ളത്. ദീപക്, ഞാനിവിടെ ആദ്യമായിട്ട് നമ്മളിവിടേക്ക് എത്തുമ്പോൾ ഇതൊരു ക്യാമ്പായിരുന്നു. ഈ ക്യാമ്പെന്ന് പറയുമ്പോൾ ആ കാണുന്ന ആ കെട്ടിടത്തിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഈ വെള്ളാറമലയിലെ ദുരന്തത്തെക്കുറിച്ച് ഒരു ലേഡി നമ്മളോട് സംസാരിക്കുന്നത്. അന്ന് അവർ കരയുന്ന ആ ശബ്ദം എനിക്ക് ഇവിടെ നിന്ന് ഇപ്പോഴും കേൾക്കുന്ന പോലെയാണ്. ആ 24 ദിവസം ക്യാമ്പായി പ്രവർത്തിച്ച സ്കൂള് ഇന്ന് പുനരാരംഭിക്കുകയാണ്. വെള്ളാറമല സ്കൂളിലെയും മുണ്ടക്കൈ LP സ്കൂളിലെയും 614 കുട്ടികൾ ഇങ്ങോട്ട് തിരിച്ചെത്തുന്നു. പക്ഷേ ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് അവർക്കിടയിൽ അവർക്കൊപ്പം കളിച്ച് ഉല്ലസിച്ച് പഠിച്ച് വളർന്ന 36 കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ളതാണ്. 17 പേരെ കാണാനില്ല. 54 പേരല്ലേ അവരിന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം. പക്ഷേ അതിജീവിച്ചേ പറ്റൂ. പാഠം 1 അതിജീവനം എന്നുള്ളതാണ് നമുക്ക് വെള്ളാറമല സ്കൂളിൽ നിന്ന് പറയാൻ സാധിക്കുക. ഇന്നിപ്പോൾ ശിവൻകുട്ടി എത്തും അല്ലേ? രാവിലെ 10 മണിക്കാണ് ഔദ്യോഗികമായിട്ടുള്ള പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ രഞ്ജിത്ത് പറഞ്ഞതുപോലെ സ്വന്തം ക്ലാസ്സിൽ തൊട്ടടുത്ത ബെഞ്ചിലിരുന്ന ആൾ ഒരു പക്ഷേ എനിക്കൊപ്പം ഇന്ന് വരുമോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരവില്ലാത്ത പല കുരുന്നുകളും ഉണ്ട് എന്നുള്ളത്. അവരിന്നിപ്പം പലരും വാടക വീടുകളിൽ നിന്നാണ് സ്കൂളിലേക്ക് വരാൻ പോകുന്നത്. പക്ഷേ ഈ മേപ്പാടി സ്കൂളിൽ കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് 546 പേരാണ് നമ്മുടെ വെള്ളാർമല പൊളിഞ്ഞുപോയ ആ വലിയ സ്കൂളുണ്ടല്ലോ, ഹയർ സെക്കൻഡറി സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്നുള്ള കുട്ടികൾ 546 പേരാണ് വരാനുള്ളത്. മുണ്ടക്കൈ LP സ്കൂളിലെ പ്രൈമറി സ്കൂളും അതിൻ്റെ LPയും കൂടിയായി ചേർന്നുകൊണ്ട് 61 കുട്ടികളാണ് അവിടെ നിന്നും വരാനുള്ളത്. അവർക്ക് 2 ടീമിനും, അതായത് മുണ്ടക്കൈ LP സ്കൂളിന് വേണ്ടി പ്രത്യേകം നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് നേരത്തെ മോർച്ചറിയായി പ്രവർത്തിച്ചിരുന്ന ഒരു ഇടമാണ്, പക്ഷേ കമ്മ്യൂണിറ്റി ഹാളാണ്, അവിടെയാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 61 കുട്ടികൾക്കും അവിടെ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാകും. മറ്റൊന്ന് 546 കുട്ടികൾ നമ്മുടെ വെള്ളാർമല സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ആ കുട്ടികൾക്ക് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ കൃത്യമായി അതിനുവേണ്ടിയുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് അവർക്ക് വേണ്ട ഫർണിച്ചറുകൾ എല്ലാം ക്രമീകരിച്ചു എന്നുള്ള 60 ലക്ഷം രൂപയായിരുന്നു ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ അതിൽ തന്നെ ഏതാണ്ട് 56 ലക്ഷം രൂപ സ്പോൺസർഷിപ്പിലൂടെ നേടാൻ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം കൂടി. ഒരു നാടൊന്നാകെ ഈ വെള്ളാറമലയ്ക്കും മുണ്ടക്കൈക്കും വേണ്ടി ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഏതായാലും ഇന്ന് നമ്മൾ ദുരന്തത്തെക്കുറിച്ചോ ദുരന്തത്തിൻ്റെ സങ്കടങ്ങളെക്കുറിച്ചോ അല്ല, ഈ ഒരു പുനഃപ്രവേശനോത്സവത്തെ ആനന്ദോത്സവമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും കാണുന്നത്. നമ്മളും അങ്ങനെ തന്നെ കാണുന്നു. കാരണം കുട്ടികൾക്ക് ഒരു തിരിച്ചുവരവാണ്. ആ തിരിച്ചുവരവ് എന്ന് പറയുന്നത് അവർ അതിജീവനത്തിൻ്റെ പാതയിൽ ആദ്യം പഠിക്കുന്ന പാഠമാണ്. ഇനി എല്ലാം തിരിച്ചു പിടിക്കേണ്ടിയിരിക്കുന്നു. നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റില്ലെങ്കിലും നഷ്ടപ്പെട്ട ചിലതെങ്കിലും തിരിച്ചു പിടിച്ച് പഴയ ജീവിതത്തിലേക്ക് മുണ്ടക്കൈക്കാർക്കും വെള്ളാർമലക്കാർക്കും പോകണം. അങ്ങനെ തിരിച്ചുപോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പായി വെള്ളാറമല സ്കൂളിൻ്റെ വീണ്ടെടുപ്പാണ്. നമ്മളിപ്പോഴും വെള്ളാറമല ശരിക്കും പറഞ്ഞാൽ ഈ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു ബിൽഡിങ്ങാണത്. ആ ബിൽഡിംഗ് ഇല്ലായിരുന്നെങ്കിൽ ചൂരൽമല അങ്ങാടി മുഴുവൻ ഒലിച്ചു പോകുമായിരുന്നു. അപ്പോൾ ആ സ്കൂള് ആ നാട്ടുകാർക്ക് അത്രമേൽ പ്രിയപ്പെട്ട സ്കൂളായിരുന്നു. ആ സ്കൂള് നമ്മൾ തൽക്കാലത്തേക്കാണ് ഇങ്ങോട്ട് മാറ്റുന്നത്. പുതിയ ടൗൺഷിപ്പിൻ്റെ പുനരധിവാസത്തിൻ്റെ പദ്ധതികളിലൊക്കെ തന്നെ ഈ സ്കൂൾ പുനർനിർമ്മിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 614 കുട്ടികൾക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാനുള്ള സൗകര്യം ആ പുതിയ ടൗൺഷിപ്പിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ദൃശ്യത്തിലേക്ക് കൂടി പോകണം തോന്നുന്നു. കാരണം ഒരു സ്കൂള് നമുക്ക് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ കണ്ടോ, GVHSS വെള്ളാർമല അതിൻ്റെ ഒരു ഓഫീസ് പോലും പ്രത്യേകം ക്രമീകരിച്ച്, അതായത് അവരുടെ സ്കൂൾ എന്നുള്ള നിലയിൽ തന്നെ ഈ മേപ്പാടിയിലെ ഈ പ്രത്യേകം സജ്ജീകരിച്ച സ്കൂളിനെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അവർ ഇവിടേക്ക് താൽക്കാലികമായെങ്കിലും ഇവിടെ വന്ന് അധികപ്പറ്റാവുമെന്ന് പറയുന്ന ഒരു സാഹചര്യമേ ഇല്ല. അവർക്ക് വ്യക്തമായി പഠിക്കാൻ ഉതകുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെടും. വെള്ളാറമല സ്കൂൾ തന്നെ പുനർനിർമ്മിച്ചിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു ഭാഗം വെള്ളാറമല സ്കൂളായിട്ടും വേറൊരു ഭാഗം മുണ്ടക്കൈ സ്കൂളായിട്ടും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ഓരോ വിഭാഗം അവിടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് പ്രത്യേകമായിട്ടൊരു ബ്ലോക്ക് പോലെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. VHSC എന്ന് പറഞ്ഞിട്ട് വെള്ളാറമല VHSC വിഭാഗം ക്രമീകരിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ വിഭാഗം വേറെയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ആ സ്കൂളിലേക്ക് പോകുന്നൊരു പ്രതീതി തന്നെ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഏതായാലും ഞാനൊന്ന് നമ്മുടെ വെള്ളാർമലയുള്ള ചേട്ടന്മാർ കൂടി ഇവിടെയുണ്ട്, അവരിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. പക്ഷേ നമസ്കാരം. പക്ഷേ എന്തുണ്ട്, നമ്മളിന്നിപ്പം ഒരു വീണ്ടെടുപ്പിലേക്ക് പോവുകയാണ് അല്ലേ? എന്താ മാഷ ഇപ്പോൾ പറയാൻ പറ്റും? ഞങ്ങൾ വേദനയുടെ ഇടയിലും അല്പസന്തോഷം ഞങ്ങളിന്ന് തുടങ്ങുകയാണ്. എല്ലാവരും കൂടെ ഉണ്ടാവണം.
നമുക്ക് നഷ്ടങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അതൊക്കെ നമുക്കിപ്പം തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് മാറ്റി വെച്ചേ പറ്റൂ. കാരണം ഒരു അതിജീവനാണല്ലോ അല്ലേ പൂർണ്ണാർത്ഥത്തിൽ. അതെ, എല്ലാവരും ഞങ്ങൾ അതിജീവിക്കും. അതിൻ്റെ അതിജീവിക്കാൻ മുഖത്താ ഫുൾ ഓഫ് കോൺഫിഡൻസ് കാണാൻ. ഞങ്ങൾ അതിജീവിക്കും. ഞങ്ങളുടെ മക്കളെ എല്ലാവരും ഞങ്ങളുടെ കൈ കിട്ടിയാൽ മതി, ഞങ്ങൾ അതിജീവിക്കും. കുട്ടികളെല്ലാവരും എത്തുമല്ലോ അല്ലേ? എല്ലാവരും എത്തും. കുട്ടികൾക്കൊരു മനപ്രയാസം ഇപ്പോൾ ഉണ്ടോ, ഈ ഘട്ടത്തിലുണ്ടോ? അവർക്ക് കുട്ടികൾ മനപ്രയാസം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഒരു വിശ്വാസം, കുട്ടികൾ എല്ലാ സാഹചര്യത്തോടും ഏറ്റവും അധികം ഇണങ്ങി വരുന്നത് ആദ്യം കുട്ടികളായിരിക്കുമല്ലോ. ആ ഒരു വിശ്വാസത്തിലാണ്. പിന്നെ ഞങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ടീച്ചേഴ്സിന് നല്ല ട്രെയിനിങ്ങുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുട്ടികളെ പാഠം പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു അതിജീവനത്തിൻ്റെ പാഠം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ അല്ലേ? അതെ മാഷേ, ഇപ്പം ഈ രക്ഷിതാക്കൾക്കും സ്വാഭാവികമായും ഈ ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ച് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. നേരത്തെ അത്തരത്തിൽ ചില ക്ലാസ്സുകളും നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ, രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും എല്ലാം. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അന്ന് മുതൽ ഇന്ന് വരെ കൂടെ തന്നെ ഉണ്ട്. രക്ഷിതാക്കൾക്ക്, കുട്ടികൾക്ക്, അധ്യാപകർക്ക് എല്ലാവർക്കും നല്ല നല്ല കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും. എന്തായാലും മാഷ് കുറച്ച് കഴിയുമ്പോൾ ഈ വേഷമൊക്കെ ഒന്ന് മാറും, ഒന്ന് സജീവമാകും, കുറച്ചുകൂടി ആ കുട്ടികളുടെ അടുത്തേക്ക്. ഓക്കെ ദീപക്, വി എസ് രഞ്ജിത്ത്, എന്തായാലും അതിജീവനം എന്ന പാഠം ഉൾക്കൊണ്ടോ എന്ന് എപ്പോഴും പറയാറായിട്ടില്ല. ഉൾക്കൊള്ളാൻ കൂടി വേണ്ടിയാണ് ആ കുട്ടികൾ ഇന്ന് സ്കൂളിലേക്ക് വീണ്ടും എത്തിച്ചേരുകയാണ്. ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഒപ്പം മുണ്ടക്കൈ LP സ്കൂളിലെയും വിദ്യാർത്ഥികൾക്കാണ് ഇന്ന് പുനഃപ്രവേശനോത്സവമുള്ളത്. വി എസ് രഞ്ജിത്തും ഒപ്പം ദീപക് മലയമ്മയുമാണ് അവിടെ നിന്ന് ചേർന്നത്. വരും മണിക്കൂറുകളിലും അവർ ഈ വാർത്തയുമായി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നതാണ്.